നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. ഇസ്രയേലുമായുള്ള ഏറ്റുമുട്ടലിനിടെ ഇറാനിൽ ആഭ്യന്തര പ്രതിസന്ധി. ഇറാന്റെ പരമോന്നത നേതാവ് അലി ഖമേനി ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് പുറത്തുവരുന്ന വിവരം. അദ്ദേഹത്തിന്റെ രണ്ടാമത്തെ മകൻ മുജ്തബ ഖമേനിയെ ഷിയ രാജ്യത്തെ നയിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടു എന്ന അടക്കമുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പിതാവിന്റെ മരണത്തിന് മുമ്പ് തന്നെ മുജ്തബ ചുമതല ഏറ്റെടുത്തേക്കും എന്നാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ട്. പശ്ചിമേഷ്യയിലെ സാഹചര്യം കണക്കിലെടുത്ത് നിലവിലെ സാഹചര്യം ഇറാന് വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്നാണ് വിലയിരുത്തൽ. പരമോന്നത നേതാവായി മുജ്തബ ഖമേനിയെ രഹസ്യമായി തെരഞ്ഞെടുത്തതായാണ് ഇറാൻ ഇന്റർനാഷണൽ റിപ്പോർട്ട് ചെയ്യുന്നത്. അലി ഖമേനിയുടെ പിൻഗാമിയായി പരമോന്നത നേതാവാകാൻ ഇറാനിൽ നടന്ന രഹസ്യ ചർച്ചകളെക്കുറിച്ചും പ്രമുഖ മാധ്യമങ്ങൾ ആഴ്ചകൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതെല്ലാം ഇറാൻ ഭരണകൂടം നിഷേധിക്കുക തന്നെയാണ്. ഖമനേയി ലെബനനിലെ ഇറാൻ അംബാസിഡർ മുജ്തബ അമാനിയുമായി കൂടിക്കാഴ്ച നടത്തുന്ന ചിത്രം ഖമനേയിയുടെ എക്സ് അക്കൗണ്ടിലൂടെയാണ് ഇവർ പുറത്തുവിട്ടിട്ടുള്ളത്. ഇമാം ഖുമൈനി ഹുസൈനിയുടെ നേതൃത്വത്തിൽ വിദഗ്ധരുടെ അസംബ്ലിയുടെ 6ാമത്തെ സെഷനിൽ സംസാരിക്കുമ്പോഴാണ് നവംബർ 7-ന് ഇറാനിയൻ നേതാവിനെ അവസാനമായി കാണുന്നത്. ഇതിനു മുമ്പ് അദ്ദേഹം നവംബർ 2-ന് വിദ്യാർത്ഥി ദിനം ആഘോഷിക്കുന്നതിനായി ടെഹ്റാനിൽ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. 1989-ൽ പരമോന്നത നേതാവായി ചുമതലയേറ്റ ഖമേനി ഇറാന്റെ പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിനിടെ ഖമേനിയുടെ പിൻഗാമിയെ കണ്ടെത്താൻ ചുരുക്കപ്പട്ടിക തയ്യാറാക്കി എന്ന വിവരവും വരുന്നു. പരമോന്നത നേതാവിനെ നിയമിക്കാൻ അധികാരമുള്ള അസംബ്ലി ഓഫ് എക്സ്പേർട്സ് 3 പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പേരുകൾ ഇതുവരെ വെളിപ്പെടുത്തിയിട്ടില്ല. സയ്യിദിനു പുറമെ അസംബ്ലി ഓഫ് എക്സ്പേർട്സിലെ ഉന്നതരായ അലിറേസ അറാഫി, ഹാഷിം ഹുസൈനി, ബുഷൈരി എന്നിവർക്കും സാധ്യതയുണ്ട് എന്ന് പറയുന്നു. എന്നാൽ ഇതിനിടെ ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഖമേനിക്ക് കടുത്ത വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നാണ്. ഇതിനു പിന്നിൽ മൊസാദാണ് എന്നുള്ള സംശയമാണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി വരുന്നത്. പക്ഷേ ഇതൊന്നും തന്നെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എങ്കിൽ പോലും ഇത്തരം ഊഹാപോഹങ്ങൾ വളരെ കാര്യമായി തന്നെ സോഷ്യൽ മീഡിയകളിലാണ് വരുന്നത്. പ്രധാന പത്രങ്ങളിൽ അതിനെക്കുറിച്ച് സംശയാസ്പദമായ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇത് പക്ഷേ ഖമേനിയുടെ എക്സ് അക്കൗണ്ടിൽ വെച്ചാണ് ഇത് നിഷേധിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഖമേനി ഇപ്പോൾ എന്തായാലും വളരെ ഗുരുതരാവസ്ഥയിലാണ് എന്നുള്ളതിന് ഏറെക്കുറെ വിശ്വസ്തമായ റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഖമേനിക്ക് മൊസാദിന്റെ ആക്രമണത്തിൽ വിഷബാധ ഏറ്റിട്ടുണ്ട് എന്നുള്ള നിഗമനം തന്നെയാണ് ഇപ്പോൾ പുറത്തുവരുന്നതും. അതേസമയം തന്നെ ഇറാനെതിരെ ഇപ്പോൾ ഇസ്രയേൽ പ്രധാനമന്ത്രി ആഞ്ഞടിക്കുക തന്നെയാണ്. ആവശ്യം വന്നാൽ ഇറാനിൽ എവിടെ വേണമെങ്കിലും എത്തിച്ചേരാൻ തങ്ങൾക്ക് കഴിയുമെന്നും അടുത്തിടെ നടത്തിയ പ്രത്യാക്രമണം പോലും വളരെ ലഘുവായ രീതിയിലാണെന്നുമാണ് നെതന്യാഹു വ്യക്തമാക്കിയിരിക്കുന്നത്. ഇറാന്റെ നേതാക്കളുടെ ധീരമായ വാക്കുകൾക്ക് ഒരിക്കലും സത്യങ്ങൾ മറച്ചുവെക്കാനാകില്ല എന്നാണ് നെതന്യാഹു പറയുന്നത്. ബഹാദിൽ ഇസ്രയേൽ വ്യോമസേന ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിൽ സംസാരിക്കുമ്പോഴാണ് നെതന്യാഹു ഇങ്ങനെ സംസാരിച്ചത്. ഇതേസമയം യുദ്ധപ്രഖ്യാപനത്തിനു ശേഷം ഇസ്രയേലിന് നേരെയുണ്ടായ ആക്രമണങ്ങളുടെ കണക്കുകൾ ഇസ്രയേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടുണ്ട്. ലെബനൻ, ഗാസ, ഇറാഖ്, സിറിയ, യമൻ, ഇറാൻ എന്നിവിടങ്ങളിൽ നിന്നായി 1300ഓളം ഡ്രോണുകളാണ് ഇസ്രയേലിനെ ലക്ഷ്യമാക്കി എത്തിയത്. ഇതിൽ 231 എണ്ണം മാത്രമാണ് ഇസ്രയേലിൽ പതിച്ചത്. ചില സംഭവങ്ങളിൽ മരണങ്ങളും നേരിയ നാശനഷ്ടങ്ങളും സംഭവിച്ചിട്ടുണ്ട് എന്നും അപകടമില്ലാതെ തുറസായ സ്ഥലങ്ങളിൽ പതിച്ച ഡ്രോണുകൾ പോലും രാജ്യത്ത് പതിച്ചതായി തന്നെയാണ് കണക്കാക്കിയിരിക്കുന്നത് എന്നും ഇസ്രയേൽ പ്രതിരോധ സേന വ്യക്തമാക്കുകയും ചെയ്തു. മലയാളി വാർത്ത പ്ലസ്. Malayali Warta Plus. Like, share and subscribe.